കാലിക്കറ്റ് സർവകലാശാല വാർഷിക സെനറ്റ് യോഗം ഇന്ന് നടക്കും. കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരിൽ 8 അംഗങ്ങളെ സർവകലാശാല അധികാരികൾ നോക്കി നിൽക്കെ SFI പ്രവർത്തകർ തടഞ്ഞിരുന്നു. മറ്റൊരു സെനറ്റ് യോഗം എത്തുമ്പോൾ സർവകലാശാലയും പോലീസും ജാഗ്രത പുലർത്തുമെന്നാണ് സെനറ്റ് മെമ്പർമാരുടെ പ്രതീക്ഷ. 10 മണിക്കാണ് യോഗം ചേരുക. കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ SFI പ്രവർത്തകരുടെ അതിക്രമം അത് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ യൂണിവേഴ്സിറ്റി അധികൃതരും പോലീസും എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, 10 മണിക്കാണ് സെനറ്റ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സെനറ്റ് യോഗത്തിൽ വലിയ രീതിയിലുള്ള പോലീസിൻ്റെ വിന്യാസം, SFI പ്രവർത്തകരുടെ പ്രതിഷേധം, അതിക്രമം തടയാൻ അത് തന്നെയാണോ നിലവിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്? KP, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സെനറ്റ് ഹൗസിനെ മുൻപിലാണ്. ഈ ഹാളിനകത്താണ് സെനറ്റ് യോഗം ചേരുന്നത്. എന്തായാലും ഈ വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതുപോലെ തന്നെ ഏകദേശം 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സെനറ്റ് ഹാളിന് മുമ്പിൽ കൃത്യമായി ജോലിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾ ഓരോരുത്തരായി എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല, ഗവർണർ നോമിനേറ്റ് ചെയ്ത 8 അംഗങ്ങളും ഇപ്പോൾ അകത്ത് കടന്നതായാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. മാത്രമല്ല, 9 അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തതിൽ 1 അംഗം, അതായത് സ്നേഹ പരീക്ഷ കാരണം വിദ്യാർത്ഥി ഇന്ന് എത്തിച്ചേരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ തവണ ഏകദേശം ഈ 8 മണി ഈ സമയത്തെല്ലാം ഈ സെനറ്റ് ഹാൾ കഴിഞ്ഞ സെനറ്റ് സമയത്തിൻ്റെ തന്നെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ഗേറ്റിൻ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് SFI പ്രവർത്തകർ ഇവരെ അകത്തേക്ക് കടത്താതെ, അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്ത 8 അംഗങ്ങളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു സമയം വരെ ഇത്തരത്തിൽ SFIയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രത്യക്ഷമായി കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നുണ്ടെങ്കിൽ കൂടി ഒരു മുൻകരുതൽ എന്ന തലത്തിൽ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കനത്ത ഒരു പോലീസ് സന്നാഹം ഇവിടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് SFI പ്രവർത്തകർ എത്തിയിട്ടില്ല. ഈ ഒരുപക്ഷെ 10 മണിക്കാണ് യോഗം നടപടികൾ ആരംഭിക്കുക. ആ ഒരു സമയത്തേക്ക് SFI പ്രവർത്തകർ എത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയൊരു പോലീസ് സന്നാഹം അല്ലേ? തീർച്ചയായും KP, ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു അനിഷ്ട സംഭവങ്ങളും, അതായത് കഴിഞ്ഞ സെനറ്റ് യോഗത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സെനറ്റ് യോഗത്തെ കൂടി എടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം ഈ സമയത്തോടകം തന്നെ ഈ സെനറ്റ് ഹാൾ ഏകദേശം സംഘർഷഭരിതമായിരുന്നു. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാതെയുള്ള ഒരു നീക്കം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് എല്ലാ സെനറ്റ് അംഗങ്ങളും, അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെല്ലാം ഇപ്പോൾ സെനറ്റ് ഹാളിനകത്ത് ഉള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇതുവരെ സംഘർഷങ്ങളൊന്നുമില്ല. ഇനി ഈ 10 മണിക്കാണ് സെനറ്റ് യോഗം ആരംഭിക്കുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഘർഷത്തിൻ്റെയോ ഒരു പ്രതിഷേധത്തിൻ്റെയോ സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഈ സെനറ്റ് ഹാളിൻ്റെ മുൻവശത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 100ഓളം പോലീസുകാർ ഈ സെനറ്റ് ഹാളിനകത്തുണ്ട്. ഈ മറ്റ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാനുള്ള തയ്യാറായിട്ട് തന്നെയാണ് പോലീസിലുള്ളത്. മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിലായി പോലീസുകാർ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സെനറ്റ് അംഗങ്ങളെല്ലാം ഈ സെനറ്റ് മീറ്റിംഗിനായി ഇവിടെ എത്തിച്ചേർന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ അരമണിക്കൂറിനകം തന്നെ സെനറ്റ് യോഗം ആരംഭിക്കും. 10 മണിക്ക്, കൃത്യം 10 മണിക്ക് തന്നെ സെനറ്റ് യോഗം ആരംഭിക്കും. KP, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.